കേരളത്തിൽ കാലാവസ്ഥ ഇപ്പോൾ അത്തരമൊരു അപകടകരമായ വഴിത്തിരിവെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് സംസ്ഥാനത്തുടനീളം ആശങ്കയെ പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാരണം വരും മണിക്കൂറുകളിൽ മഴ ഇനി സാധാരണമായിരിക്കില്ലെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് പറയുന്നു. മേഘങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിവേഗം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും കനത്തതോ അതിശക്തമായതോ ആയ മഴയുടെ ഭീഷണി അതിവേഗം വർദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ വാർത്ത ഇന്ന് കേരളത്തിലുടനീളം കാലാവസ്ഥ അതീവ അസ്ഥിരമായി തുടരുന്നു എന്നതാണ്. കൂടാതെ പല ജില്ലകളിലും ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ ഒരേ സമയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രകൃതി ഇപ്പോൾ അതിന്റെ ആക്രമണാത്മക രൂപം കാണിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും സാഹചര്യങ്ങൾ പെട്ടെന്ന് സാധാരണ നിലയിൽ നിന്ന് ഗുരുതരമായേക്കാമെന്നുമാണ് ഇതിന്റെ നേരിട്ടുള്ള അർത്ഥം. നിങ്ങൾക്ക് ഏറ്റവും വേഗതയുള്ള കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം അപകടസാധ്യത ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ലകളെക്കുറിച്ച് സംസാരിക്കാം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ ഇടുക്കിയെയും എറണാകുളത്തെയും കടുത്ത മുന്നറിയിപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്തമായ മഴ എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്താമെന്നാണ് അർത്ഥം. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആകാശം തുടർച്ചയായി പെയ്താൽ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും മലയോര മേഖലകളിലും സ്ഥിതിഗതികൾ എത്ര വേഗത്തിൽ വഷളാകുമെന്ന് ചിന്തിക്കുക. ഇനി കനത്ത മഴയ്ക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകളെക്കുറിച്ച്: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളെ യെല്ലോ അലർട്ട് പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്താമെന്നാണ്. ഇതിനൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതായത് വടക്കൻ കേരളത്തിൽ മാത്രമാണ് കാലാവസ്ഥ മോശമാകുന്നതെന്ന് കരുതുന്നവർ മനസ്സിലാക്കണം, ഏകദേശം സംസ്ഥാനം മുഴുവൻ ഇപ്പോൾ സക്രിയമായ കാലാവർഷത്തിന്റെ സ്വാധീനത്തിൽ അതിവേഗം വലയുകയാണ്. മഹാരാഷ്ട്ര തീരത്തിന് സമീപം കിഴക്കൻ മധ്യ അറബിക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി തുടർച്ചയായി സക്രിയമാണ്. ഇതിനൊപ്പം വടക്കൻ തെലങ്കാനയിലും പരിസര പ്രദേശങ്ങളിലും ചക്രവാത പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതുമാത്രമല്ല, വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശ് മുതൽ ഛത്തീസ്ഗഡ്, മറാഠ്വാഡ, മധ്യ മഹാരാഷ്ട്ര വരെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ഉയരത്തിൽ ന്യൂനമർദ്ദമേഖല വ്യാപിച്ചുകിടക്കുന്നു. മറ്റൊരു ന്യൂനമർദ്ദമേഖല വടക്കൻ കർണാടക, ദക്ഷിണ കർണാടക, തമിഴ്നാട്, കന്യാകുമാരി മേഖല വരെ സക്രിയമാണ്. ഈ കാലാവസ്ഥ കാരണങ്ങളാലാണ് കേരളത്തിൽ മഴ പെട്ടെന്ന് അതിശക്തമാകാൻ പോകുന്നത്. അടുത്ത കുറച്ച് ദിവസത്തേക്ക് കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും മണിക്കൂറുകളോളം കനത്തതോ അതിശക്തമായതോ ആയ മഴ തുടർച്ചയായി പെയ്തേക്കാം. ഇതിനൊപ്പം ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകും. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാം. ചിലപ്പോൾ പെട്ടെന്നുള്ള കാറ്റുകൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ഉയരാം. അതുകൊണ്ടാണ് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും അപകടസാധ്യത ഇരട്ടിയായി കണക്കാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തുവന്നിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മിതമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതായത് കാലാവസ്ഥ ഇപ്പോൾ മഴ മാത്രമല്ല, കൊടുങ്കാറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതായി കാണപ്പെടുന്നു. ഇതൊരു സാധാരണ കാലാവർഷമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. കാരണം വരാനിരിക്കുന്ന അപ്ഡേറ്റിൽ പല ജില്ലകൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടുതൽ അപകടകരമായേക്കാം. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും വേഗതയുള്ള കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ കാലാവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ മുഴുവൻ ചിത്രവും മാറ്റുന്ന തരത്തിലുള്ള രൂപമെടുത്തേക്കാം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഈ മഴയുടെ ഗതി ഇപ്പോൾ അവസാനിക്കില്ല എന്ന വ്യക്തമായ സൂചനകൾ നൽകിയതിനാൽ കാലാവസ്ഥാ സാഹചര്യം കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു. മറിച്ച് വരും 1-2 ദിവസത്തിൽ ഇതിന്റെ തീവ്രത ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മേഘങ്ങൾ തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നതും മണ്ണ് ഇതിനകം ഈർപ്പം കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞ പ്രദേശങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക വർദ്ധിക്കുന്നത്. സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇടിമിന്നലും പെട്ടെന്നുള്ള ശക്തമായ മഴയും
തുടർച്ചയായി ഉണ്ടാകാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിനർത്ഥം ഇപ്പോൾ സാധാരണ മഴ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥിതി പെട്ടെന്ന് അതീവ അപകടകരമായേക്കാം. ഇനി പല ജില്ലകളിലും അപകടസാധ്യതയുടെ തലം മാറിക്കൊണ്ടിരിക്കുന്ന അടുത്ത ഘട്ട മുന്നറിയിപ്പിലേക്ക്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയുടെ സമ്മർദ്ദം ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനാൽ കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക നിരീക്ഷണം നടത്തുകയാണ്. കൂടാതെ കോഴിക്കോടും വയനാടും മേഘങ്ങൾ അതിവേഗം ശക്തമായി തുടരുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പം ഇതേ വേഗത്തിൽ തുടരുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ മണിക്കൂറുകളോളം കനത്ത മഴ പെയ്തേക്കാം. അത്തരം സാഹചര്യത്തിൽ റോഡുകൾ പുഴ പോലെ കാണപ്പെടാൻ തുടങ്ങുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം അതിവേഗം നിറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ദക്ഷിണ ജില്ലകളിലും ആശ്വാസത്തിന്റെ വലിയ സാധ്യതകളൊന്നും കാണുന്നില്ല. ഇവിടെയും മേഘങ്ങൾ സക്രിയമാണ്. പെട്ടെന്ന് ശക്തമായ മഴ തുടങ്ങാമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും മിന്നൽ തിളങ്ങുന്നതിനൊപ്പം ശക്തമായ ഇടിമുഴക്കം കേൾക്കാം. ഇത്തരം സാഹചര്യത്തിൽ തുറന്ന മൈതാനത്തോ മേൽക്കുരയിലോ മരങ്ങൾക്കടിയിലോ നിൽക്കുന്നത് അതീവ അപകടകരമാണ്. മിന്നലേൽക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും മഴയേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇക്കാരണത്താൽ ആളുകൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലകളിൽ അപകടസാധ്യത ഇപ്പോൾ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഇടുക്കി, വയനാട്, സമീപത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴ മണ്ണിന്റെ പിടുത്തം ദുർബലമാക്കും. ഉരുൾപടിസൽ അഥവാ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ മണ്ണ് മയഞ്ഞ പ്രദേശങ്ങളിൽ പെട്ടെന്ന് റോഡുകൾ അടയാനും പല ഗ്രാമീണ മേഖലകളുമായുള്ള ബന്ധം വേർപെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രാദേശിക ഭരണകൂടം നിരന്തരം നിരീക്ഷണം നടത്തുന്നത്. സെൻസിറ്റീവ് മേഖലകളിലെ ആളുകൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു. അപ്പുറം കടലിന്റെ അവസ്ഥയും സാധാരണമല്ല. തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിന്റെ സമ്മർദ്ദം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ തുടരാം. ചിലപ്പോൾ പെട്ടെന്നുള്ള കാറ്റുകൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ഉയരാം. ഇത് സമുദ്രപ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കും. ഉയർന്ന തിരമാലകൾ ഉയരാം, കടൽ പ്രക്ഷുബ്ധമാവാം. ചെറിയ മത്സ്യത്തൊഴിലാളികൾക്ക് സ്ഥിതി അപകടകരമാണെന്ന് തെളിയിക്കാം. അതുകൊണ്ടാണ് കടൽ തീരത്ത് ജീവിക്കുന്നവർക്ക് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നത്.